കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവിനിക്ക് വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 5-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്ന് ഒരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട പരിചിതമുള്ള ഒരു തിരുവചന ഭാഗമാണ് നാം വായിച്ച് കേൾക്കുവാനിടയായത്. അതിങ്ങനെയാണ് ആദ്യത്തെ പദം പറയുന്നത്: എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പുതിയ നിയമസഭ, പുതിയ നിയമവിശ്വാസിയെ സംബന്ധിച്ച് ശത്രുക്കൾ എന്ന് പറയുന്നത് ജഡരക്തങ്ങളല്ല, വാഴ്ചകളും അധികാരങ്ങളും ആണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ തന്നെ സ്തോത്രം അതിനും അപ്പുറമായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജഡരക്തങ്ങളല്ല നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന അന്ധകാര ശക്തികൾ, ഇരുട്ടിൻ്റെ സ്വാധീനങ്ങൾ സ്തോത്രം ചില മനുഷ്യരെ സ്വാധീനിക്കുകയും അവരെ നമ്മൾക്കെതിരായി നിർത്തുകയും ചെയ്ത് നമ്മൾക്കെതിരായി സ്തോത്രം നിർത്തിയിട്ട് അവരെ നമ്മുടെ ശത്രുക്കളാക്കി ചിത്രീകരിക്കുന്ന ഒരു സംഭവ വികാസം നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. പ്രിയരെ, ഇന്ന് ഈ ദൈവശബ്ദം കൈമാറുമ്പോൾ നമ്മുടെ വീഴ്ച കാണാൻ, തകർച്ച കാണാൻ, താഴ്ച കാണാൻ, നമ്മൾ ഉയരുന്നത് ആഗ്രഹമില്ലാതെ അസൂയയിലും പിണക്കത്തിലും പകയിലും കടന്നുപോകുന്ന ചിലരുടെ മുൻപിൽ സ്തോത്രം മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവാൻ പറയുന്ന വചനത്തെ മുറുകെ പിടിച്ച് സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള ചിലരെ നോക്കി ആത്മാവിൽ ഞാൻ ദൈവശബ്ദം കൈമാറാൻ ആഗ്രഹിക്കുന്നു. അവർ കാണെ നമുക്ക് വിരുന്നൊരുക്കുന്ന, നമ്മുടെ തല ഉയർത്തുന്ന ഒരു വലിയ ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ ചലിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 23-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു ഇടയനെയും ആടിനെയും തമ്മിൽ ബന്ധപ്പെടുത്തി ആ വാക്യഭാഗങ്ങൾ, സങ്കീർത്തന ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം ഒരിടയൻ ആടിനെ എങ്ങനെ പാലിക്കുന്നു എന്നുള്ളത്. സ്തോത്രം ആടിനെ സംബന്ധിച്ച് നമുക്കറിയാം, ആട് അല്പപ്രാണിയായ ഒരു ജീവിയാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഏത് ജീവിയും അതിനെ ആക്രമിക്കാം, ഏത് നിമിഷവും അതിനെ ആക്രമണം നേരിടേണ്ടി വന്നേക്കാം എന്നത് അതിൻ്റെ ജീവിതത്തിൽ ആടിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം എപ്പോഴും ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് സ്തോത്രം അത് തീറ്റി തിന്നുകയും അത് മുൻപോട്ട് പോവുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ക്രിസ്തു ഭക്തനെ, വിശ്വാസിയെ സംബന്ധിച്ച് നമുക്ക് ആക്രമണങ്ങൾ അവൻ പിശാചഴിച്ചു വിടുമ്പോൾ അതിൻ്റെ നടുവിൽ നമുക്കൊരു ഇടയനുണ്ട് എന്നും, ആടിനെ വിട്ടുകൊടുക്കാതെ ഒരിടയൻ പരിപാലിക്കുന്നത് പോലെ, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ നമ്മെ പരിപാലിക്കുന്ന ഒരു ഇടയനുണ്ട് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സ്തോത്രം അനേക സംഭവങ്ങളുണ്ട്. ശത്രുക്കൾ മുൻപാകെ, നമ്മുടെ തകർച്ച, താഴ്ച, വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻപാകെ നമ്മുടെ തല ഉയർത്തുന്ന ദൈവത്തിൻ്റെ കരം വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എസ്തേറിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അവിടെ പ്രാർത്ഥിക്കുന്നൊരു മൊർദെഖായിയെ, പടിവാതിൽക്കൽ, രാജാവിൻ്റെ പടിവാതിൽക്കലിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവസന്നിധിയിൽ ദൈവാശ്രയ ബോധ്യത്തിലിരിക്കുന്ന ഒരു മൊർദെഖായിയെ നമുക്കവിടെ കാണാൻ കഴിയും. എന്നാൽ ആ മൊർദെഖായിയെ സ്തോത്രം ഇഷ്ടമല്ലാത്തൊരു ഹാമാൻ എഴുന്നേൽക്കുകയാണ്. ആ ഹാമാനെ വണങ്ങാത്തതിൻ്റെ പേരിൽ ഹാമാൻ മൊർദെഖായിക്കെതിരെ ഒരു കഴുമരമുണ്ടാക്കുകയാണ്. അവൻ്റെ ജീവന് ഭീഷണിയായി, ജീവനെ എടുത്തു കളയാൻ, അവൻ അവിടെ ഇനി കാണാതിരിക്കുവാൻ വേണ്ടി ഹാമാൻ മൊർദെഖായിക്കെതിരെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചിലർ കൂട്ടം കൂടി ആലോചിച്ച് മൊർദെഖായിക്കെതിരെ ചില കഴുമരങ്ങൾ ഒരുക്കുമ്പോൾ ദൈവം സൈലൻ്റായി, ദൈവം മിണ്ടാതെ ഇരിക്കുന്നു. പ്രിയരെ, ചില സാഹചര്യങ്ങളിൽ നമ്മുടെ വേദനകൾ നാം ദൈവസന്നിധിയിൽ
ദൈവസന്നിധിയിൽ പകരുമ്പോഴും നമ്മുടെ കണ്ണുനീരുകൾ ദൈവസന്നിധിയിൽ ഒഴിക്കുമ്പോഴും ചില സമയങ്ങളിൽ ദൈവം സൈലൻ്റായി ദൈവം മിണ്ടാതെ ഇരിക്കുന്നു എങ്കിൽ സ്തോത്രം ശത്രു നമുക്കെതിരെ ഒരുക്കുന്ന കഴുമരങ്ങൾ, ശത്രു നമുക്കെതിരെ ഒരുക്കുന്ന ഗൂഢാലോചനകൾ എവിടെ വരെ ആകുമെന്നുള്ളത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതൊന്നും കണ്ട് ഭയപ്പെട്ടു പോകുന്നവനല്ല ഒരു ക്രിസ്തു ഭക്തൻ. അതൊന്നും കണ്ട് പുറകോട്ട് പോകുന്നവനല്ല ഒരു ക്രിസ്തു ഭക്തൻ. സ്തോത്രം നമുക്കെതിരെ ആര് കുരുക്കുകൾ ഒരുക്കിയാലും പ്രാർത്ഥനയോടെ മിണ്ടാതിരുന്ന് ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാൻ തയ്യാറാകുന്നതിൽ സ്തോത്രം അവരുടെ മുൻപിൽ വിരുന്നൊരുക്കുന്ന, അവരുടെ മുമ്പിൽ ആദരിക്കുന്ന ഒരു ദൈവം സ്തോത്രം ഒരു സുദിനമുണ്ടെന്നുള്ളത് ഇന്ന് പകൽ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കണം. ഹാമാൻ മൊർദെഖായിക്കെതിരെ ചില പദ്ധതികൾ, ഗൂഢാലോചനകൾ ചെയ്യുകയാണ്. അവനെ തകർത്ത് കളയാൻ, ഇനിയും അവിടെ അവനെ ഇരുത്താതിരിക്കാൻ ചില പദ്ധതികൾ കൂടി ആലോചിക്കുമ്പോൾ ദൈവം മിണ്ടാതിരിക്കുന്നു. എന്നാൽ സ്തോത്രം വാക്യങ്ങൾ മുൻപോട്ട് അധ്യായങ്ങൾ പഠിച്ചു വരുമ്പോൾ രാജാവിൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. രാജാവ് ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ അതേ സ്തോത്രം തനിക്ക് താൻ രാജാവ് ചോദിക്കുകയാണ്, മൊർദെഖായിക്ക് വേണ്ടി, പടിവാതിൽക്കിരിക്കുന്ന മൊർദെഖായിക്ക് വേണ്ടി നാം എന്തെങ്കിലും ചെയ്തോ? പ്രാർത്ഥിക്കുന്നവന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? അതേ നിനക്കെതിരെ ഒരു സൈഡിൽ കഴുമരം ഒരുങ്ങുമ്പോൾ, നിനക്കെതിരെ ഒരു സൈഡിൽ കുരുക്ക് കയറുകൾ മുറുക്കുമ്പോൾ, മറു സൈഡിൽ നമുക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരവും ചലിപ്പിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് പകൽ മനസ്സിലാക്കണം, എത്ര ഹാമാന്മാർ എഴുന്നേറ്റോട്ടെ, എത്ര ഗൂഢാലോചനകൾ ചെയ്തോട്ടെ, ആരെല്ലാം കൂടിക്കോട്ടെ, കഴിവുള്ളവർ, പണമുള്ളവർ, ബുദ്ധിയുള്ളവർ, എല്ലാവരും കൂട്ടം കൂടി ആലോചിച്ചോട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരുവനാണ്, പ്രാർത്ഥിക്കുന്ന ഒരുവളാണ് താങ്കളെങ്കിൽ താങ്കളുടെ സ്തോത്രം തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യാനോ, താങ്കൾ സ്തോത്രം അവരുടെ നടുവിൽ താങ്കളുടെ തല ഉയർത്തുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, ഹാമാൻ എഴുന്നേറ്റത് മൊർദെഖായിയെ തകർക്കാനാണ്. ദിനവൃത്താന്ത പുസ്തകം വായിച്ച സ്തോത്രം രാജാവ് പറയുന്നു, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷന് എന്തൊക്കെ കൊടുക്കണം? സ്തോത്രം രാജാവ് ഇടുന്ന മോതിരം, രാജാവ് കയറുന്ന കുതിര, രാജാവ് ധരിക്കുന്ന വസ്ത്രങ്ങൾ, അങ്ങനെ മോടിയുള്ളതോ, അങ്ങനെ രാജാവിൻ്റെ ബഹുമാനം ലഭിക്കുന്ന മനുഷ്യരെക്കുറിച്ച് രാജാവ് പറയുമ്പോൾ അതെല്ലാം മൊർദെഖായിക്ക് കൊടുക്കാൻ പറയുന്നു. ഹാമാൻ ഒരുക്കിയ കഴുമരം വെറുതെയായി പോയി. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു, താങ്കളുടെ ശത്രുക്കളുടെ മുൻപാകെ, താങ്കളുടെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവർ മുൻപാകെ തല ഉയർത്തി ആദരിക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ ദൈവം ഉയർത്തുമെന്ന് പ്രതീക്ഷയോടെ മുൻപോട്ട് പോകാൻ കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.